വയനാട് എം പി പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഇസ്രയേലിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന്. അതിന് ഇസ്രയേലിൻ്റെ അംബാസഡർ പറയുന്നത് വഞ്ചകിയാണ് പ്രിയങ്ക എന്നാണ്. എന്താ സാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായി. പ്രിയങ്ക പറയുന്നത് ഇസ്രയേല് പലസ്തീനിൽ വംശഹത്യ നടത്തുന്നു. 60,000 പേരെ ഇസ്രയേൽ ഇതുവരെ അവിടെ കൊന്നുകളഞ്ഞു. അതിൽ 18,430 പേര് കുട്ടികളായിരുന്നു. 100 കണക്കിന് പേരെ പട്ടിണിക്കിട്ട് കൊന്നു. ഇനിയും ഇത് ആവർത്തിക്കും എന്ന് ഇസ്രയേലിൻ്റെ ഭീഷണിയുമുണ്ട്. ഈ കാര്യത്തിൽ പക്ഷേ ഇന്ത്യയും മോദിയും മൗനം പാലിക്കുന്നു. അപ്പോൾ അങ്ങനെ മൗനം പാലിക്കുന്നത് നാണക്കേടാണ്. ഈ മൗനം ഒരു കുറ്റകൃത്യമാണ്. ഇതാണ് പ്രിയങ്ക ഗാന്ധി അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞത്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഇന്ത്യയിലെ സ്ഥാനപതി റൂവൻ അസർ ഉടനെ ഇതിന് മറുപടി കൊടുത്തു. നാണക്കേട് എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന വഞ്ചനയാണ്. വാട്ട് ഈസ് ഷെയിംഫുൾ ഈസ് യുവർ ഡിസീറ്റ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ വഞ്ചനയാണ് നാണക്കേട്. ഇസ്രയേല് 25,000 ഹമാസ് ഭീകരരെയാണ് കൊന്നിട്ടുള്ളത്. അതായത് ഹമാസ് തരുന്ന സംഖ്യയുമായിട്ടൊന്നും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഹമാസ് ഒരു സംഖ്യ പറയുന്നു, നിങ്ങളത് വാങ്ങുന്നു, ഇങ്ങോട്ട് പറയുന്നു. ഞങ്ങൾ കൊന്നിരിക്കുന്ന 25,000 ഹമാസ് ഭീകരരെയാണ്. ഇവർ പൗരന്മാരെ കവചമാക്കിയിട്ട് പൗരന്മാരുടെ പിന്നാലെ ഒളിക്കുകയായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ ചില പൗരന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. പൗരന്മാരെ കവചമാക്കുകയാണല്ലോ. പക്ഷെ നിങ്ങളുടെ വഞ്ചന വലിയ നാണക്കേടാണ്. ഞങ്ങളവിടെ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കണം. ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും ഹമാസ് തടസ്സം നിൽക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് ഇതുവരെ 20 ലക്ഷം ടൺ ഭക്ഷ്യവസ്തുക്കൾ ഗാസയിലേക്ക് അയച്ചിട്ടുണ്ട്. അത് തടഞ്ഞിട്ട് പലപ്പോഴും ഹമാസ് അവിടുത്തെ പൗരന്മാരെ പട്ടിണിക്കിടുകയാണ്. തട്ടിയെടുത്തിട്ട് പട്ടിണിക്കിടുകയാണ്. ഇതാണ് ഇസ്രയേലിൻ്റെ സ്ഥാനപതി റൂവൻ അസർ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തിട്ടുള്ള മറുപടി. എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഇസ്രയേൽ അല്ലെങ്കിൽ നെതന്യാഹു ഈ പിങ്കി മോളെ വഞ്ചകി എന്ന് വിളിച്ചിരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ ഇസ്രയേൽ ഈ ഗസയിൽ ഇതൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അവർ വലിയ രീതിയിൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്, മരുന്നായിട്ട്, ഭക്ഷണമായിട്ട്, വെള്ളമായിട്ട്. പക്ഷേ ഇത് മുഴുവൻ തന്നെ UN-ൻ്റെ വോളണ്ടിയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഈ ഹമാസിൻ്റെ ആൾക്കാർ തന്നെ തട്ടിയെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് കരിഞ്ചന്തയിൽ വിൽക്കുന്ന പോലെ അവർക്ക് കൊടുക്കും. പൈസ ഉള്ളവൻ വാങ്ങും, പൈസ ഇല്ലാത്തവൻ പട്ടിണി കിടന്ന് മരിക്കും. ഇതല്ലേ ശരിക്കും അവിടെ നടക്കുന്നത്? അത് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് തന്നെ ഇടയ്ക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്ന റിപ്പോർട്ട്, നമ്മൾ ഇവിടെ നിന്ന് ഈ ബിസ്ക്കറ്റും ഒക്കെ അയക്കുന്നുണ്ടല്ലോ, ആ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റും ഒക്കെ 5 രൂപയുടെ ബിസ്ക്കറ്റ്, സാധാരണ പാർലെ ചെറിയ ബിസ്ക്കറ്റ്, അത് അവിടെ 500 രൂപയ്ക്കും 2,500 രൂപയ്ക്കും ഒക്കെയാണ് തട്ടിയെടുത്തിട്ട് വിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് കുറച്ച് നാൾ മുമ്പ് വന്നിരുന്നു. കരിഞ്ചന്തയിൽ വിൽക്കുന്നത്. പിന്നെ ഇത് തട്ടിയെടുത്തിട്ട് ഒരു സിഗരറ്റിനൊക്കെ 200 രൂപയും ഒക്കെ കൊടുക്കേണ്ട വിധത്തിലൊക്കെയാണ് ഈ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ UN-ൻ്റെ സംഘടനകൾ, മുമ്പ് അങ്ങനത്തെ സംഘടനകൾ ഉണ്ടായിരുന്നതും ഒക്കെ അവിടെ നിന്ന് ആളെ നീക്കുകയും പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ ഇനി ഇതുമായിട്ട് സഹകരിക്കില്ല, കാരണം ഇവര് ഹമാസ് ഭീകരരെ പോലെ തന്നെയാണ് UN-ൻ്റെ ജീവകാരുണ്യ സംഘടന എന്ന് പറഞ്ഞ് അവിടെ റെഫ്യൂജി ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഇസ്രയേൽ നെതന്യാഹു ഒക്കെ ആരോപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇസ്രയേൽ ഈ ഗസയെ അങ്ങ് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുക. അപ്പോൾ തയ്യാറായി നിൽക്കുമ്പോൾ വീണ്ടും സാർ നേരത്തെ പറഞ്ഞാൽ ഈ ഹ്യൂമൻ ഷീൽഡിനെ ഒരുക്കിക്കൊണ്ട് ഈ ഹമാസുകാർ ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നില്ല. അതല്ലേ വീണ്ടും നെതന്യാഹു ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിലുള്ളത് വിശാല ഇസ്രയേലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഈ അമേരിക്ക ഒരു സമാധാന പദ്ധതി, കാരണം അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടണമല്ലോ. പാകിസ്ഥാനെ കൊണ്ടുവരെ പറയിച്ചിട്ടുണ്ട്. ഇന്ത്യയും കൂടി പറയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ പല ആളുകളും നോമിനേറ്റ് ചെയ്യണം നൊബേൽ സമ്മാനത്തിന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും സമാധാനം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അലാസ്കയിൽ വെച്ചിട്ട്
മീറ്റ് ചെയ്യുമ്പോൾ പുടിനെ കാണുന്നുണ്ട്. അർമീനിയയും അസർബൈജാനും തമ്മിൽ ഉടമ്പടി ഒപ്പിടുന്നു. അപ്പൊ എല്ലായിടത്തും ഈ ഉടമ്പടി ഒപ്പിടിച്ചിട്ട് ഞാനാണ് എല്ലാം. അപ്പൊ ഇത് മറ്റേ ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തി എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അതിന് മുമ്പത്തെ കേസാണ് ഈ പലസ്തീനിലത്തത്. അവിടെ സംഗതി ശരിയാകുന്നില്ല. അത് ഗാസ ഈ പറഞ്ഞതുപോലെ ഗാസ ഇസ്രയേലിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നെതന്യാഹു അത് തന്നെയാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം പട്ടാള മേധാവി വിയോജിച്ചു അങ്ങനത്തെ ഏറ്റെടുക്കുന്നതിനോടൊക്കെ. അങ്ങനെയാണെങ്കിൽ തനിക്ക് വീട്ടിൽ പോകാം എന്ന് പട്ടാള മേധാവിയോട് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അവിടെ അടിയന്തരമായ സെക്യൂരിറ്റി ക്യാബിനറ്റ് കൂടി ഇതിന് അനുവാദവും കൊടുത്തു ഗാസ ഏറ്റെടുക്കാനായിട്ട്. ഗാസ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബാങ്ക് ചിലപ്പോൾ വേറെ ആയിട്ട് നിൽക്കാം, വിഭജിച്ച് രണ്ടായിട്ട് പോകാം. രണ്ടും കൂടി ഒന്നിച്ച് നിലനിൽക്കണം, രണ്ടായി പിരിഞ്ഞു പോകരുത് എന്നുള്ളതാണല്ലോ അവരുടെയൊക്കെ, പലസ്തീൻകാരുടെയും ഹമാസിൻ്റെയും പലസ്തീൻ അതോറിറ്റിയുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണ്. അമേരിക്കയുടെ ആഗ്രഹമൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇസ്രയേലിൻ്റെ പദ്ധതിയും അമേരിക്കയുടെ പദ്ധതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഗാസ അവരുടെ ഇസ്രയേലിൻ്റെ ഭാഗമാകാനായിട്ട് പോവുകയാണ്. 2048 ആകുമ്പോൾ ഇസ്രയേലിൻ്റെ ശതാബ്ദിയാണല്ലോ. ഇസ്രയേൽ 1948 വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധി ഇത് വംശഹത്യയാണ് അവിടെ ഇസ്രയേൽ നടത്തുന്നതെന്ന് പറയുന്നത് ആരുടെ കാഴ്ചപ്പാടാണ്? ഹമാസിന്റെ കാഴ്ചപ്പാട് മാത്രമല്ലല്ലോ, മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാടുമാണല്ലോ. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ലേ വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ലേ ഈ പിങ്കി മോൾ. അതെ, അപ്പൊ അവര് പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. അപ്പോ എന്താണ് പ്രിയങ്ക ഗാന്ധി ഇടയ്ക്ക് ഒരു ഭാഗം പിടിച്ചൊക്കെ വന്നിരുന്നു, തണ്ണിമത്തന്റെ പടമുള്ള തണ്ണിമത്തന്റെ ഒക്കെ ആയിട്ട് ഹമാസിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമൊക്കെയാണ്. അപ്പൊ അവര് നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു നിലപാട് എടുക്കാനായിട്ട്, ഹമാസിനെ അനുകൂലിക്കുന്ന നിലപാട്. ഇത് പണ്ടും ഈ നെഹ്റു വംശം ഏതാണ്ട് ഈ നിലപാടുമൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരുന്നതാണ്. അന്നും അവര് ഈ ജൂതന്മാരെയും ഇസ്രായേലിനെ അനുകൂലിച്ചില്ല. അന്ന് യാസർ അറാഫത്തിനൊപ്പമായിരുന്നു അല്ലേ? അത് പിന്നീടുള്ള ഘട്ടത്തില്. ഇത് ഇസ്രായേൽ ഉണ്ടാകുന്ന ഘട്ടത്തില് അന്നത്തെ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ജൂതനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രധാനമന്ത്രിയായിരുന്ന 1948 കാര്യമാണ് ഞാനീ പറയുന്നത്. 48 ഇത് വരുന്നതിന് തൊട്ട് മുമ്പ് നെഹ്റു പ്രധാനമന്ത്രിയായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നെഹ്റുവിന് കത്തെഴുതി ആൽബർട്ട് ഐൻസ്റ്റീൻ, നിങ്ങൾ ഈ പലതരം അവിടെ കോൺഗ്രസ് അയിത്തോച്ചാടനം പ്രമേയം പാസാക്കിയതൊക്കെ അങ്ങേര് വായിച്ചു. എന്നിട്ട് നിങ്ങൾ ഈ അയിത്തത്തിനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ജൂതര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അയിത്തം അനുഭവിക്കുന്ന ആളുകളാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കിയത് നന്നായി അയിത്തത്തിനെതിരെ. അപ്പൊ സത്യത്തിലെ അയിത്തം വേറെയാ, അതൊരു അവസരമാക്കിയതാണ് ഐൻസ്റ്റീൻ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു രാജ്യം രൂപവൽക്കരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് ഐൻസ്റ്റീൻ കത്തെഴുതി. 1 മാസം ഇതിന്റെ മുകളിൽ അടയിരുന്നു നെഹ്റു. ഐൻസ്റ്റീനെ ഉടനെ എന്തിനാ വെറുപ്പിക്കുന്നത്, അതുപോലത്തെ ഒരു വലിയ ആളാണല്ലോ. അപ്പൊ അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ടൊരു കത്തെഴുതി നെഹ്റു. അതിൽ നെഹ്റു പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളിൽ ദേശീയ താല്പര്യങ്ങളിലൊക്കെ സ്വാർത്ഥതയുണ്ട്, സെൽഫിഷാണ് ഞങ്ങൾ, സ്വാർത്ഥതയുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നയങ്ങൾ അക്കാര്യത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ദ്വിരാഷ്ട്രവാദം ഉണ്ടല്ലോ, പലസ്തീനും ഇസ്രയേലും രണ്ട്, അതിനെ അനുകൂലിക്കുന്ന നിലപാടാണെന്ന് നെഹ്റു ഐൻസ്റ്റീൻ എഴുതിയ കത്തിൽ സ്വീകരിച്ചത്. അപ്പൊ അന്ന് നെഹ്റു എടുത്ത നിലപാട്, നെഹ്റുവിന്റെ കാര്യം പിന്നെ സംശയമില്ലല്ലോ, മുസ്ലിം അനുകൂല നിലപാട് എടുക്കുള്ളൂ. അപ്പൊ പലസ്തീൻ അനുകൂല നിലപാടാണ് അന്ന് നെഹ്റു എടുത്തത്. ഇന്ദിരാഗാന്ധിയും യാസർ അറഫാത്തിനെ ആലിംഗനം ചെയ്യുന്ന പടമൊക്കെ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ യാസർ അറഫത്തിൻ്റെയും. പക്ഷെ ഇപ്പോൾ മോദി വന്ന ശേഷമാണ് വലിയ ഒരു ഷിഫ്റ്റ് അതിൽ വന്നത്. നമ്മൾ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുന്നു. ഇസ്രയേൽ പക്ഷേ 1971 യുദ്ധകാലത്ത് ഗോൾഡ മെയർ അവിടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ, സ്ത്രീ, അവര്
നയതന്ത്ര ബന്ധമൊന്നുമില്ല നമുക്കന്ന്. നമ്മളിവിടെ ഇസ്രയേലിൻ്റെ എംബസിയും, കാരണം ഇസ്രയേലിനെ നമ്മൾ അംഗീകരിച്ചിട്ടില്ലല്ലോ, കോൺഗ്രസ് അന്ന് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എംബസി ഒന്നുമില്ല, നയതന്ത്ര ബന്ധവുമില്ല. എന്നിട്ടും ഗോൾഡ മേയർ 1971 യുദ്ധകാലത്ത് ആയുധങ്ങൾ അയച്ചു കൊടുത്തു നമ്മുടെ യുദ്ധത്തിൽ. അങ്ങനെയാണ് ഇസ്രയേൽ എപ്പോഴും നമ്മുടെ കൂടെയാണ് നിൽക്കുക. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളും അവരാണ്. അപ്പോൾ ഇത് നിരന്തരം ഇവർ ഈ ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള പരിപാടി ഈ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം നെഹ്റുവിൻ്റെ തുടർച്ചക്കാരി എന്ന രീതിയിൽ ഈ പ്രിയങ്ക ഇതേ നിലപാട് സ്വീകരിക്കുന്നു. കഴിഞ്ഞ മാസം മറ്റേ സോണിയാഗാന്ധി ഒരു ലേഖനം എഴുതിയിരുന്നത് ഞാൻ വായിച്ചിരുന്നു, ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസിലും ഒക്കെ. അതിലും ഹമാസിനെയും പലസ്തീനെയും അനുകൂലിക്കുന്ന നിലപാടാണ്. അപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇനിയിപ്പം മുസ്ലിം വോട്ടിൽ മാത്രമേ നോട്ടമുള്ളൂ, ബാക്കിയൊന്നും കിട്ടില്ല. കാരണം ഇപ്പം മഹാദേവ്പുരയെ പറ്റി ആളുകൾ പറയാത്തൊരു കാര്യം എന്താണെന്നറിയോ? മഹാദേവ്പുര പറഞ്ഞില്ലേ ഇപ്പോൾ രാഹുൽ ഗാന്ധി, മഹാദേവ്പുരയിൽ മുസ്ലിം വോട്ടുണ്ട് കുറെ. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസിന്റെ. അതുകൊണ്ടുണ്ടായിരുന്ന ഹിന്ദു ധ്രുവീകരണം കൊണ്ടാണ് ഈ PC മോഹൻ 1,00,000 വോട്ടുമൊക്കെ അവിടെ ഭൂരിപക്ഷം കിട്ടുന്നത് ഈ മഹാദേവ്പുരയിൽ. അതാണ് വാസ്തവം. ചുരുക്കം പറഞ്ഞാൽ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം പ്രിയങ്ക ഗാന്ധിയെ ഈ പറയുന്ന ഇസ്രായേൽ അംബാസഡറാണ് വഞ്ചകി എന്ന് വിളിച്ചതെങ്കിലും നെതന്യാഹു നേരിട്ട് പറയുന്നത് തുല്യമാണ്, വഞ്ചകിയാണ് പിങ്കി മോൾ അല്ലേ? അതാണ് കാരണം. അവര് മുസ്ലിം ലീഗിന്റെ നിലപാടെടുത്തിട്ട് അവർക്ക് ഇനിയും വയനാട്ടിലേക്ക്, ഇപ്പോൾ സുരേഷ് ഗോപി എവിടെ എന്ന് ഒരു മിലിത്യോസ് ചോദിച്ചില്ല. അതെ. അപ്പൊ പിങ്കി മോൾ എവിടെ എന്ന് എന്താണ് ഈ മിലിത്യോസ് ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ചോദിക്കാത്തത്? ഇല്ലേ? അവരൊക്കെ രാഹുൽ ഗാന്ധി അവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ല. അല്ലേ? വർഷത്തിൽ 1-2 തവണയൊക്കെ വന്നു പോകുന്ന ആളുകളല്ലാതെ വയനാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാറുണ്ടോ? വയനാടിന്റെ പ്രശ്നം ഒരിക്കൽ പ്രിയങ്ക ആരെ കൊണ്ടാണ് ഉന്നയിപ്പിച്ചത്? ശശി തരൂരിനെ കൊണ്ട്. കാരണം സ്വന്തമായി ഇത് അവതരിപ്പിക്കാനും പറയാനും കഴിവ് പോലും ഇല്ല. കാരണം അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളില്ലേ ആ ഉരുൾപൊട്ടലിന് ശേഷം ശശി തരൂരിനെ കൊണ്ടാണ് ഉന്നയിപ്പിച്ചത്. സ്വന്തമായി വാക്കും ഭാഷയൊന്നും ഇല്ലാത്ത ആളാണ് ഈ പിങ്കി മോളെ. എന്നിട്ടാണ് ആരോ എഴുതി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ അവിടെ നടക്കുന്ന വംശഹത്യയാണെന്ന്. അതാണ് ഇസ്രയേൽ ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.